ഹലോ ഹായ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഉറക്കൊളിച്ചതൊന്നും വെറുതെ ആയില്ല. കാരണം നമ്മുടെ ഇന്ത്യ പിന്നെയും വേൾഡ് കപ്പ് T20 വിന്നേഴ്സ് ആയിരിക്കുകയാണ്. അടിപൊളി കളിയായിരുന്നല്ലേ ഇന്നലെ. എന്താ പറയുക, ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഒരു കളിയാണെന്ന് തന്നെ പറയാം. നമ്മുടെ പിള്ളേർ അടിപൊളിയായിട്ട് അടിച്ചെടുത്ത് നമ്മുടെ ബാറ്റിംഗ് ഓർഡർ നോക്കി കഴിഞ്ഞാൽ സഞ്ജുവും അഭിയും കൂടി എന്താ പറയുക, സൂപ്പർ ആയിട്ടുള്ള ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഇന്ത്യക്ക് കൊടുത്തത് അല്ലേ. സഞ്ജു ആണെങ്കിൽ അഭിഷേകിന്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ഇതുവരെ അത്രയും ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലത്തെ കളിയിൽ പൊളിച്ച്. പിന്നെ മിന്നും ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. ഹെൻറി എറിഞ്ഞ 5th ബോള് സിക്സർ പരത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഗ്രീൻ സ്റ്റാർട്ടായിരുന്നു സഞ്ജു കൊടുത്തത്. അങ്ങനെ പവർ പ്ലേ കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യക്ക് 92 റൺസ് ഉണ്ടായിരുന്നു വിതൗട്ട് എനി ലോസ്. ദാറ്റ് വാസ് എ കീ തിങ് ഫോർ ഇന്ത്യ. 15 ഓവറിൽ ഇന്ത്യ 203 റൺസ് കടന്നു. പക്ഷെ 16ാമത്തെ ഓവർ നമ്മുടെ നീശം എറിഞ്ഞ ഓവർ, എന്താ പറയുക, 3 വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. ശരിക്കും ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചത് സഞ്ജു സെഞ്ചുറി അടിക്കുമായിരിക്കും എന്നാണ്. പക്ഷെ സഞ്ജുവിന് അത് സെഞ്ചുറിയുടെ തൊട്ടരികിൽ വെച്ച് അത് നഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. നമ്മുടെ ലാസ്റ്റ് ഓവർ ബാറ്റ് ചെയ്ത് ശിവം ദുബെ ആയിരുന്നു. അടിപൊളിയായിട്ടുള്ള 6ഉം 4ഒക്കെ അടിച്ച് അങ്ങനെ ഇന്ത്യയുടെ സ്കോർ 255 എന്നുള്ള ഒരു മാന്ത്രിക നമ്പറിൽ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലാൻഡ് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി അവർ ഡിഫെൻഡ് ചെയ്യും എന്നാണ്. പക്ഷെ അവരുടെ ബാറ്റിംഗ് എന്താ പറയുക, മുമ്പത്തെ കളികളിലെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അവരിൽ ആകെ സീഫേർട്ട് മാത്രമേ ഒരു ഹാഫ് സെഞ്ചുറിയെങ്കിലും അടിച്ചുള്ളൂ. പിന്നെ ക്യാപ്റ്റൻ സാന്റ്നറും ചെറുതായിട്ടൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു. അത്രമാത്രം ന്യൂസിലാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിഫൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ത്യ ആധികാരികമായിട്ട് T20യുടെ വേൾഡ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നാളും ഇന്ത്യയുടെ ടീഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. T20 വേൾഡ് കപ്പ് കളിക്കുമ്പോഴുള്ള ടീഷർട്ടിൽ നമുക്ക് 2 സ്റ്റാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് 3 സ്റ്റാർ ആയിരിക്കുകയാണ്. ആൻഡ് 4 വിക്കറ്റ് എറിഞ്ഞു വീഴ്ത്തിയ ബുംറ മാൻ ഓഫ് ദ മാച്ചും നമ്മുടെ സ്വന്തം ചെക്കൻ സഞ്ജു സാംസൺ മാൻ ഓഫ് ദ സീരീസും ആയിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീം ഇന്ത്യ ആൻഡ് സഞ്ജു. താങ്ക് യു. ബൈ.